ശ്രീ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ എല്ലാവരും ഇന്നിപ്പോൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് നീതി ആയോഗിന്റെ കണക്കുകളിലാണ് കേരളത്തിന്റെ നേട്ടങ്ങളിൽ ഏറെ പോയിന്റ് ഉള്ളത്. മറ്റൊന്ന്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ വളരെ പുറകിലായിരുന്നു. 15ാം സ്ഥാനത്തേക്ക് പിന്നീടെത്തി. അതിനുശേഷം 1ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതും രേഖകളിൽ വന്നതും ബിസിനസ് കമ്മ്യൂണിറ്റിയോടൊക്കെ അംഗീകരിക്കുന്നതാണ്. ഈ ഏറ്റവും പ്രധാനം സ്റ്റാർട്ടപ്പിന്റെ ഒരു എക്കോസിസ്റ്റമാണ്. സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിനകത്ത് കേരളത്തിനകത്ത് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഈവൻ ഇന്റർനാഷണൽ സമ്മേളനങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആണെന്നുള്ള അംഗീകാരം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ചൊരു ഫാക്ട് കിടക്കുന്ന കാര്യങ്ങൾ ശ്രീ ശശി തരൂർ പറഞ്ഞു. ഇത് നന്നായിട്ട് കേരളത്തിന് കൂടുതൽ ഉപകാരപ്രദമായും കൂടുതൽ പ്രയോജനകരമായും നമുക്ക് ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വസ്തുതയാണ്, സത്യമാണ്. അത് ഏത് സാഹചര്യത്തിലാണ് ഇത് നടന്നെന്ന് ആലോചിക്കണം. കേരളത്തിൽ ഒരു വ്യവസായവും നടത്താൻ പറ്റില്ല, ഒരു ബിസിനസ് നടത്താൻ പറ്റില്ല എന്ന പ്രചരണം നടക്കുന്നൊരു കാലത്ത് കേരളത്തിൽ എല്ലായിടത്തും നന്നായി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ വ്യവസായങ്ങൾ, അത് എല്ലാം കൺവെൻഷണലായിട്ടുള്ള വ്യവസായങ്ങൾ മാത്രമല്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്പിനകത്ത് വരുന്നത് പലതരത്തിലുള്ള ആശയങ്ങളാണ്. അതെല്ലാം നന്നായി വരുന്നു, പുതിയ വ്യവസായങ്ങൾ വരുന്നു. ഇതൊക്കെ നടക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ പണവും തടഞ്ഞു വെക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെയും കൂടി മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ സാമ്പത്തിക ഉപരോധം, ഏറ്റവും ഒടുവിൽ വയനാടിന്റെ കാര്യം ഉൾപ്പെടെ നിങ്ങൾക്കറിയാം. 1.5 മാസം കൊണ്ട് പണം മുഴുവൻ ചെലവാക്കണം എന്ന് പറഞ്ഞ് ഒരുമിച്ച് കുറച്ച് പണം അനുവദിച്ചാൽ, ലോൺ, അതും ഗ്രാന്റ് അല്ല, ലോൺ അനുവദിക്കുന്നത് ഉൾപ്പെടെ വരുമ്പോൾ അത് അത്തരം പ്രതിസന്ധികളെ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞത് ഒരു വസ്തുത മാത്രമാണ്. അത് അദ്ദേഹം ആ വസ്തുത എടുത്ത് പറഞ്ഞു, അംഗീകരിച്ചു. സ്വന്തം സ്റ്റേറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും വസ്തുതയല്ലേ പറഞ്ഞത്, അത് അംഗീകരിക്കേണ്ടതാണ്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്ത സമീപനം. ആ സമീപനം കേരളത്തിന്റെ ഏത് വികസനത്തിനെയും ഞങ്ങൾ എതിർക്കും, കേരളം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്. കേരളം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട്. അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കേരളത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുമ്പിൽ അത് അവരിപ്പോൾ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമീപനം അവരെ ഒറ്റപ്പെടുത്തുകയുള്ളൂ. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമെങ്കിലും ഇക്കാര്യത്തിൽ തെറ്റായ രീതിയിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തെ മാറ്റാൻ ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ചെയ്ത പ്രവർത്തനം നമുക്കറിയാമല്ലോ. എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ സംയുക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ വികസനത്തെയും വ്യക്തിത്വത്തെയും കൂടി താറടിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് മാറുകയാണ് വേണ്ടത്. കോൺഗ്രസിനകത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വ്യക്തമാക്കുന്നതാണല്ലോ ഇത്. ഈ കപ്പിത്താനും ഒക്കെ ദുർബലമായി തകർന്ന ഒരു കപ്പൽ പോലെയാണ് ഇന്ത്യയിലാകെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയെ പോലും തകർക്കുകയാണ്. കപ്പിത്താൻ തന്നെ കപ്പലിനെ തകർക്കാൻ ശ്രമിച്ചാലോ? അതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പൊ കപ്പിത്താൻ തന്നെ ആ കപ്പലിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ആ കപ്പലിന്റെ അകത്ത് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരാണല്ലോ കേരളത്തിലെ UDFും കോൺഗ്രസും. അവര് സ്വന്തം സംസ്ഥാനത്തെ തന്നെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. അതുകൊണ്ട് സ്വന്തം ഒരു MP, ആ MP യുടെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇപ്പൊ ശ്രീ ശശി തരൂർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയൊന്നും അല്ല ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ അല്ല. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിലത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ നല്ലതായിട്ടുള്ള ഒരു വസ്തുതയെ സംബന്ധിച്ച് പറയുകയല്ലാതെ ഉടനെ ആ പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ തന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അതാണിപ്പോൾ ശ്രീ MM ഹസൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ശശി തരൂരിനെ ദുർബലപ്പെടുത്തി ആ സ്ലോട്ടിലൂടെ സ്വന്തം ഗുണമുണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയമായിരിക്കും. പറഞ്ഞ സത്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ലതാണ്. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് പറയാമല്ലോ UDFന്. അതാണിപ്പോൾ നടക്കുന്നത്.